ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ റിമാൻഡിലായ ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഇന്ന് നൽകും. വീഡിയോ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യും. അതേസമയം ജനരോഷം കണക്കിലെടുത്ത് ഷിംജിതയെ അറസ്റ്റ് ചെയ്ത നടപടികൾ അതീവ രഹസ്യമായിരുന്നു. ഇതോടെ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന ആക്ഷേപവും ഉയർന്നു. ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. പോലീസ് ഈ പ്രതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന തരത്തിലാണ് ആരോപണങ്ങൾ. പക്ഷെ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ വലിയ ജനരോഷം ഇതിനോടകം തന്നെ ഈ പ്രതി ഷിംജിതയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. സൈബർ ആക്രമണം അടക്കമുള്ളവ ഒന്ന് നേരിട്ട് കണ്ടാൽ ചോദിക്കാൻ അല്ലെങ്കിൽ പെരുമാറാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കേരള ജനത മുഴുവൻ പലതും കരുതി വെച്ചിട്ടുണ്ട് എന്ന കാര്യം വാസ്തവമല്ലേ? അങ്ങനെ നോക്കിയാൽ ആ സംരക്ഷണം അതുമായി ബന്ധപ്പെട്ടാണോ പോലീസ് നൽകിയത്, അതോ വ്യക്തമായി തന്നെ സംരക്ഷിക്കാനുള്ള നിലപാടാണോ പോലീസ് എടുത്തത്? മോത്തി, ഗുഡ് മോർണിംഗ്. മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിംജിത മുസ്തഫയ്ക്കെതിരെ വലിയ ജനരോഷം കേരളത്തിൻ്റെ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഇന്നലെ അതിന് സാക്ഷിയാവുകയും ചെയ്തു. ഇതിപ്പോൾ ഇന്നലെ വൈകിട്ടോട് കൂടി ഒരു 5:45 കൂടിയാണ് കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്ത് 5:45 കൂടി മഞ്ചേരി ജയിലിലേക്ക് ഷിംജിതയെ മാറ്റുന്നത്. അങ്ങനെ മാറ്റുന്ന ഘട്ടത്തിൽ പോലും ഈ ജയിലിന് മുൻപിൽ, കോടതിക്ക് മുൻപിൽ, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുൻപിലൊക്കെ വൻ ജനക്കൂട്ടമുണ്ടായിരുന്നു. ഷിംജിതയെ കൊണ്ടുവരുമ്പോൾ, അതല്ലെങ്കിൽ ജയിലിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ, അല്ലാതെ തന്നെ തടിച്ചുകൂടിയ ജനങ്ങളുടെയൊക്കെ വലിയ രോഷം നമ്മൾ കണ്ടു. മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സംരക്ഷണം ഷിംജിതയെ കൊണ്ടുപോകുന്ന ഇടങ്ങളിലെല്ലാം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് കാര്യം. വലിയ പോലീസ് സംരക്ഷണത്തോടു കൂടി തന്നെയാണ് ഷിംജിതയെ ജയിലിൽ വരെ എത്തിച്ചിട്ടുള്ളത്. ഇന്ന് ഇതിന്റെ പോലീസ് നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ആ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുമെന്നാണ് അറിയുന്നത്. കാരണം ഇതിലിപ്പോൾ ദീപകിന്റെ അമ്മ കന്യകയുടെ മൊഴി, ദീപകിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ മൊഴി, ഈ ബസ് ജീവനക്കാരുടെ മൊഴിയൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷിംജിതയെ ഇരുത്തി ഒരു വിശദമായ ചോദ്യം ചെയ്യൽ ഇനി നടത്തേണ്ടതുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഷിംജിത ഇട്ടിരിക്കുന്ന വീഡിയോ ഒരു എഡിറ്റഡ് വീഡിയോ ആണ്. ഇത് കൃത്യമായി 2 വീഡിയോ എടുത്ത് അത് കട്ട് ചെയ്ത് അതിന്റെ സ്പീഡ് കുറക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്ത് കൃത്യമായി എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്താണ് ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വീഡിയോയുടെ ഒരു ശാസ്ത്രീയ തെളിവ്, ഒറിജിനൽ വീഡിയോ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു വിശദീകരണ വീഡിയോ ഷിംജിത പങ്കുവച്ചിരുന്നു. അങ്ങനെ പങ്കുവെക്കാനുണ്ടായ സാഹചര്യം, ഈ വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം, ഇതൊക്കെ ഷിംജിത തന്നെയാണ് കൃത്യമായി വിശദീകരിക്കേണ്ടത്. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു കസ്റ്റഡി അപേക്ഷ ഷിംജിതയ്ക്ക് വേണ്ടി നൽകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഷിംജിതയ്ക്കെതിരെയുള്ള നടപടി അത് ദീപകിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുണ്ടാക്കി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ BJP പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഇവരുടെയൊക്കെ ഒരു പ്രതിഷേധം ഈ കാര്യത്തിലുണ്ട്. തുടക്കം മുതൽ തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഒത്തുകളിക്കുന്നു എന്ന ആക്ഷേപമാണ് BJP പ്രവർത്തകരൊക്കെ, അതല്ലെങ്കിൽ BJP ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. FIR ഇടാൻ നേരം വൈകി. വലിയ പ്രതിഷേധവും മറ്റും ചർച്ചകളൊക്കെ വന്നതിന് ശേഷമാണ് BNS 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കാനൊക്കെ പോലീസ് തയ്യാറായത് എന്നാണ് ഈ പ്രവർത്തകരൊക്കെ ആക്ഷേപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മെഡിക്കൽ കോളേജ് പോലീസിന് മുൻപിൽ വൻ ജനക്കൂട്ടമുണ്ടായിരുന്നു. BJP പ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു BJP പ്രവർത്തകരൊക്കെ ആദ്യം കരുതിയത്. എന്നാൽ പോലീസ് ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു. അവിടെ വലിയ പ്രശ്നമുണ്ടാകുമെന്ന് കണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ച് നേരെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിൽ തന്നെ BJP പ്രവർത്തകർ ഷിംജിതയെ കൊണ്ടുവന്നില്ല, ഇത് പോലീസ് ഒത്തുകളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി പോലീസ് ഒത്തുകളിച്ചതായാലും അല്ലെങ്കിലും ഷിംജിതയ്ക്കെതിരെ കടുത്ത ശിക്ഷാ നടപടി ഈ കുറ്റം തെളിഞ്ഞാൽ ഉണ്ടാവണം. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്യും എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ എന്താണ് ഉണ്ടായത്, ഈ പകർത്തിയ ദൃശ്യങ്ങളുടെ വിശ്വാസ്യത സംബന്ധിച്ച് വീണ്ടും പരിശോധനകളൊക്കെ നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒളിവിലായിരുന്നു, വിദേശത്തേക്ക് കടന്നു എന്നൊക്കെയാണ് ആദ്യം ലഭ്യമായിരുന്ന വിവരങ്ങൾ. പിന്നീടാണ് ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വലിയ പ്രതിഷേധം ഉണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും അല്ലാതെയുമൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. അത് സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ്. അതിന് നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. ആ തരത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ ഇല്ലാതായി പോയത്. സ്വയം അവസാനിക്കാൻ ആ ചെറുപ്പക്കാരൻ മാനസികമായി ഒരുങ്ങിപ്പോയത് അത്തരം ചില കാരണങ്ങൾ കൊണ്ടാണ് എന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു പോലീസിന്. അത് ചെയ്തില്ല എന്നതാണ് ഉയരുന്ന മറ്റൊരു പരാതി. ഇംതിയാസിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.